ഞങ്ങളിത് ലുലുവിൽ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ മെട്രോയിൽ ലുലുവിൽ പോകുന്നത്. പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്, സിനിധി മേഘനയും കൂടെ ഉണ്ട്. ഞങ്ങൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവയ്ക്കും മേഘനയ്ക്കും കൂടെ ഒറ്റയ്ക്ക് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവരൊറ്റയ്ക്ക് പോയിക്കോട്ടെ, ഞങ്ങൾ പിന്നാലെ ഉണ്ട്. എടുത്തിട്ടില്ല, അത്ര തന്നെ. ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല. അങ്ങനത്തെ എടപ്പള്ളിയിൽ എത്തിയപ്പോൾ അവരുടെ മെട്രോ ടിക്കറ്റ് കാണാനില്ല. അങ്ങനെ വീണ്ടും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവരെയാണല്ലോ ഒറ്റയ്ക്ക് വരണമെന്ന് പറഞ്ഞിരുന്നത് അല്ലേ. അവർ ഓടി പാഞ്ഞ് പോവാണ്. മെട്രോ സ്റ്റേഷനിൽ നേരെ തന്നെ ലുലുക്ക് എൻട്രി ഉണ്ട്. അവർക്കാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നടക്കണ്ട, അവരൊറ്റയ്ക്ക് പോകണം. അപ്പോൾ ഞങ്ങളതേ 3 പേരും കൂടെ ആദ്യമേ തന്നെ ചെന്നിട്ട് ഞങ്ങളൊരു ചായയും എന്താണ്ടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെ ക്രിസ്മസിൻ്റെ എല്ലാ ആരവങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതേ ക്രിസ്മസ് ട്രീയും എന്തൊക്കെ വെറൈറ്റി ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ കൊതിയാവുക. ഞങ്ങൾ എന്തായാലും വാങ്ങിക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. വാങ്ങിച്ചാലും ഈ പറഞ്ഞോണം തിരക്ക് പിടിച്ച് മെട്രോയിൽ തൂക്കി പിടിച്ചൊക്കെ കൊണ്ടുവരണ്ടേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം, അത്ര മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ അവരുടെ കൂടെ നടക്കാം. അപ്പോൾ ഞങ്ങളിത് ഉച്ചയ്ക്കാണെങ്കിൽ ഞങ്ങൾ പനീർ ദോശ, പിന്നെ ഒരു നെയ് റോസ്റ്റ്, അങ്ങനെയൊക്കെ ഞങ്ങൾ വളരെ ലഘു ഭക്ഷണമാണ് കഴിച്ചത്. പിന്നെ പിള്ളേർ സെറ്റിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ ഞാൻ 1-2 റൈഡിൽ അവരെ പിടിച്ചിരുത്തി കയറിയതാണ്. പിന്നെ അഞ്ചോണിക്ക് ഇഷ്ടപ്പെട്ട കാർ റൈഡ്, എന്താണ്ടൊക്കെ ബൈക്ക്, അങ്ങനെയൊക്കെ അവൻ ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ 1-2 സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നാലും ഞങ്ങൾ മാക്സിമം എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തായിരുന്നേ. ഞങ്ങൾക്ക് 4:30 കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു. എൻ്റെ ഗെയിംസ് കളിക്കേണ്ട ഭയങ്കര അതിയായിട്ടുള്ളൊരു താല്പര്യം കൊണ്ട് ബോൾ എറിഞ്ഞപ്പോൾ എൻ്റെ ഫോണും കൂടെ ഫോണിൻ്റെ കൂടെ അവിടേക്ക് എത്തി. പിന്നെ അവരുടെ കാരുണ്യം ദയവും കൂടെ ഒക്കെ എൻ്റെ ഫോൺ തിരിച്ച് കിട്ടി. അപ്പോൾ മഴയൊക്കെ ഇല്ല, ഇനി ഇരുട്ടാവണ്ട. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളതേ ഫോട്ടോസൊക്കെ അവിടെ നിന്നൊക്കെ കയറി എടുത്തു. ഓരോ കടയിലൊക്കെ കയറും, ഫോട്ടോസ് എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാറ്റർഡേ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് പോന്നു, അത്രയേ ഉള്ളൂ.